ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ടെൻഡർ പ്രൈസ് കാണാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ടെൻഡർ പ്രൈസിൽ ഫസ്റ്റത്തെ മെത്തേഡ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡിൽ എങ്ങനെ, അതായത് ഓൺ ദ ബേസ് ഓഫ് ദി പെർസെൻറ്റേജ് ഓഫ് ദി ഓവർഹെഡിന്റെ പെർസെൻറ്റേജിൽ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് കാണുക എന്ന് പഠിച്ചു. സെക്കൻഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? കോസ്റ്റ് പെർ യൂണിറ്റ്. പ്രീവിയസ് ആയിട്ട് ഉള്ള കോസ്റ്റ് ഷീറ്റിലെ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെൻഡർ പ്രൈസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അതിൽ തന്നെ 3 മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊരു മെത്തേഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് എന്താണ്, അവിടെ എന്തില്ല, പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് ഓഫ് എലമെന്റ്സിന്റെയും പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റിലും ഒരു ചേഞ്ചും വന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് കാണുക എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് there is no change in cost of elements and percentage of profit. ഓക്കെ, നമ്മൾ ഇനി രണ്ടാമത്തെ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? When there is change in cost but no change in percentage of profit. അതായത് കോസ്റ്റ് ഓഫ് എലമെന്റിൽ എന്ത് വരാം, ചേഞ്ച് വരാം, പക്ഷേ പ്രോഫിറ്റ്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ എന്തില്ല, ചേഞ്ച് ഇല്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് കാണുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇതിന്റെ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, മുന്നത്തെ മെത്തേഡിൽ എന്ന് പറയുമ്പോൾ എത്രയാണ് കോസ്റ്റ് പെർ യൂണിറ്റ്, അത് നമ്മൾ എത്ര ടെൻഡർ പ്രൈസ്, അതായത് എത്രയാണോ നമ്മൾ ക്വാണ്ടിറ്റി പുതിയതായിട്ട് നമ്മൾ ഓർഡർ സ്വീകരിച്ചിട്ടുള്ളത് അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കാണാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ, ലേബർ, അങ്ങനെയുള്ള ഓരോ എക്സ്പെൻസിലും അല്ലെങ്കിൽ ഓരോ ഓവർഡിലും എന്ത് വരാം, ചേഞ്ച് വരാം. ഓക്കെ, ഇത്ര കൂടി അല്ലെങ്കിൽ ഇത്ര കുറഞ്ഞു എന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് കാണുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ടെൻഡർ പ്രൈസ് കാണാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ മെയിനായിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡാണ് പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് പെർ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ടെൻഡർ പ്രൈസ് കാണുക എന്നുള്ളത്. അതിൽ വരുന്ന ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതായത് വെൻ ദർ ഈസ് നോ ചേഞ്ച് ഇൻ കോസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ആൻഡ് നോ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ അതിൽ രണ്ടാമത്തെ മെത്തേഡാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ കോസ്റ്റ് ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. അതായത് എലമെൻറ്റ് ഓഫ് കോസ്റ്റുകളിൽ, മെറ്റീരിയലിൽ, ലേബറിൽ, അങ്ങനെ ഏതെങ്കിലും ഓവർഹെഡ് എക്സ്പെൻസുകളിലോ നമുക്ക് എന്ത് വരാം, കോസ്റ്റിൽ ചേഞ്ച് വരാം, കോസ്റ്റ് പെർ യൂണിറ്റിൽ ചേഞ്ച് വരാം. എന്നാൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ എന്ത് വരില്ല, ചേഞ്ച് വരില്ല. ഈ കോസ്റ്റിൽ ചേഞ്ച് വരിക എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ആവാം അല്ലെങ്കിൽ ഡിക്രീസ് ആവാം, ഇത്ര കൂടി അല്ലെങ്കിൽ ഇത്ര കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തരാം. എന്നാൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഓഫ് കാർത്തിക സ്റ്റൗ മാനുഫാക്ചറിങ് കമ്പനി ഫോർ ദ ഇയർ 2020. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഓൺ 1st January 2020 20,000 തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഓൺ 31st December 2020 10,000 തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്കറിയാം, റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിംഗ് ആണ് അല്ലേ. പർച്ചേസ് ഓഫ് മെറ്റീരിയൽ തന്നിട്ടുണ്ട് 30,000. ഫാക്ടറി വേജസ് തന്നിട്ടുണ്ട് 16,000. ഫാക്ടറി എക്സ്പെൻസ്, ഫാക്ടറി വേജസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യനിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. പ്രൈം കോസ്റ്റ് കാണുമ്പോൾ അവിടെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇൻഡയറക്റ്റ് വേജസ് ഒക്കെ തരുമ്പോഴാണ് ഫാക്ടറി ഓവർഹെഡിൻ്റെ അണ്ടറിൽ വരുന്നത് കേട്ടോ. ഫാക്ടറി എക്സ്പെൻസ് തന്നിട്ടുണ്ട് 20,000. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് 20,000 തന്നിട്ടുണ്ട്. കംപ്ലീറ്റഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓൺ 1st January 2020 10,000 തന്നിട്ടുണ്ട്. കംപ്ലീറ്റഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓൺ 31st December 2020 24,000 തന്നിട്ടുണ്ട്. അതായത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ് അത് തന്നിട്ടുള്ളത് അല്ലേ. അതേപോലെ സെയിൽസ് 1,44,900 തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, ദ നമ്പർ ഓഫ് സ്റ്റൗസ് മാനുഫാക്ചർഡ് ഡ്യൂറിങ് ദ ഇയർ 2020 വാസ് 500. ദ കമ്പനി വാൻസ് ടു കോട്ട് ഫോർ എ കോൺട്രാക്ട് ഫോർ സപ്ലൈ ഓഫ് 2,000 ഇലക്ട്രിക് സ്റ്റൗസ് ഡ്യൂറിങ് ദ ഇയർ 2021. അതായത് ഇവർ 500 സ്റ്റൗവുകളാണ് 2020 എന്ത് ചെയ്തിട്ടുള്ളത്, മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഇനി അവരെന്ത് ചെയ്യുന്നുണ്ട്, 2,000 സ്റ്റൗവ് സപ്ലൈ ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റ്, ഒരു കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്, ടെൻഡർ എടുത്തിട്ടുണ്ട്. ഓക്കെ, 2021 ആകുമ്പോൾ 2,000 ഇലക്ട്രിക് സ്റ്റൗവുകൾ എന്ത് ചെയ്യാം, സപ്ലൈ ചെയ്യാമെന്നുള്ളത് എടുത്തിട്ടുണ്ട്. ഓക്കെ,
The stove to be quoted are to uniform quality and make and are similar to those manufactured in the previous year, but the cost of material has increased by 15% and the cost of factory labor by 10%. അതായത് സ്റ്റൗ അവർ മാനുഫാക്ചർ ചെയ്യാൻ പോവുകയാണ്. അതിൽ യൂണിഫോം ക്വാളിറ്റിയിലായിരിക്കും അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് മുന്നേ മാനുഫാക്ചർ ചെയ്ത് അതേപോലെ തന്നെയാണ് അവർ മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, എന്നാൽ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 15% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഫാക്ടറി ലേബർ കോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? 10% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽ മുന്നേ ഉള്ള ഈ മെറ്റീരിയലിൽ നമ്മൾ മെറ്റീരിയൽ കണ്ടുപിടിക്കുമല്ലോ, അതിൻ്റെ 50% ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ഫാക്ടറി ലേബർ, അതായത് ഫാക്ടറി വേജസിൻ്റെ 10% ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടെൻഡർ പ്രൈസ് കണ്ടുപിടിക്കണം. ഓക്കെ, പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ പ്രൈസ് ടു ബി കോട്ടഡ് ടു ഗീവ് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ടേൺ ഓവർ ആസ് വാസ് റിയലൈസ്ഡ് during the year 2020, assuming that the cost per unit of overhead charges will be the same as in the previous year. അതായത് ഓവർഹെഡ് ചാർജുകളുടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നതൊക്കെ സെയിം ആണ്. 2020 നമ്മൾ എന്ത് ചെയ്യാണ്? എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എത്ര വരും, എത്ര പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ തന്നിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ആ ഇയറിലെ 2020 ഡിസംബർ വരെയുള്ള കോസ്റ്റ് ഷീറ്റ് നിർമ്മിക്കുകയാണ്. അതിനുശേഷം പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കാണണം. അതിനുശേഷം ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ താഴെ പാരഗ്രാഫിൽ തന്നിട്ടുള്ള ഈ ഇൻക്രീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ടെൻഡർ പ്രൈസ് കണ്ടുപിടിക്കണം. 2000-ന് എത്ര വരും എന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള മെറ്റീരിയൽ, ഓപ്പണിംഗ് മെറ്റീരിയൽ, ക്ലോസിംഗ് മെറ്റീരിയൽ, അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടോട്ടൽ മെറ്റീരിയൽ എത്രയാണ് കൺസ്യൂം ചെയ്തതെന്നുള്ളത് കണ്ടുപിടിക്കും. അതിനുശേഷം ഡയറക്റ്റ് വേജസ് എന്തെങ്കിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ലേബർ എന്തെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കും. അതിനുശേഷം ഓഫീസ് ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുന്നു, ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഓരോ ഓവർഹെഡുകളും തന്നിട്ടുള്ള എങ്ങനെയാണോ അതിന് ചെയ്യണം, അത് കൊടുത്തിട്ട് കോസ്റ്റ് ഷീറ്റ് 31 ഡിസംബർ 2020 കോസ്റ്റ് ഷീറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? റോ മെറ്റീരിയലിൻ്റെ കേസാണ്. റോ മെറ്റീരിയലിൻ്റെ കേസിൽ ഓപ്പണിംഗ് റോ മെറ്റീരിയലും ക്ലോസിംഗ് റോ മെറ്റീരിയലും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓപ്പണിംഗ് റോ മെറ്റീരിയലിൻ്റെ കൂടെ പർച്ചേസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. നമുക്ക് ഇവിടെ പർച്ചേസ് തന്നിട്ടുണ്ട് അല്ലേ? അത് ആഡ് ചെയ്യുക. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് മെറ്റീരിയൽ, റോ മെറ്റീരിയൽ ലെസ് ചെയ്യുക. ആ കിട്ടുന്ന എമൗണ്ട് ആണ് എന്താ? മെറ്റീരിയൽ കൺസ്യൂമഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഓപ്പണിംഗ് റോ മെറ്റീരിയൽ, ഓപ്പണിംഗ് റോ മെറ്റീരിയൽ, ഓപ്പണിംഗ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 20,000 അല്ലേ? 20,000. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതായിട്ട് വരുന്നത് ആഡ് പർച്ചേസ്. പർച്ചേസ് ഉണ്ടെങ്കിൽ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തെങ്കിൽ ആഡ് ചെയ്യണം. അതാണ് ചെയ്യുന്നത്. ആഡ് പർച്ചേസ് റോ മെറ്റീരിയൽ. പർച്ചേസ് എത്രയാണ് പർച്ചേസ് വരുന്നത്? 30,000 ആണ് വരുന്നത്. ഓക്കെ, 30,000. ഓക്കെ, ടോട്ടൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 50,000 കിട്ടും. ഇനി ഇത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? ക്ലോസിംഗ് റോ മെറ്റീരിയൽ ലെസ് ചെയ്യാം. ലെസ് ക്ലോസിംഗ് റോ മെറ്റീരിയൽ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്? 10,000 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ 10,000 എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്നത് 40,000. ഇതാണ് മെറ്റീരിയൽ കൺസ്യൂമഡ്. ഇത്രയും മെറ്റീരിയലാണ് നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുള്ളത്. മെറ്റീരിയൽ കൺസ്യൂമഡ്. അപ്പോൾ മെറ്റീരിയൽ 40,000 ആണ് നമുക്ക് കിട്ടി. ഇതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നുണ്ട് 500 യൂണിറ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവര് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുമ്പോൾ എത്രയാണ് കോസ്റ്റ്, അത് ഡിവൈഡ് ബൈ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിവൈഡ് ബൈ 500 ആണ്. അതായത് എത്ര 80. ഇനി അടുത്തത് ഇവിടെ ഫാക്ടറി വേജസ് തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാക്ടറി വേജസ് ഡയറക്റ്റ് വേജസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് എഴുതാ ഫാക്ടറി വേജസ്. ഇൻഡയറക്റ്റ് വേജസ് ആണെങ്കിൽ ഫാക്ടറി ഓവർഹെഡിൽ കാണിക്കുക. ഫാക്ടറി വേജസ് എത്രയാണ്? ഫാക്ടറി വേജസ് തന്നിട്ടുള്ളത് 60,000 ആണ് തന്നിട്ടുള്ളത്.
40,000 60,000. അതായത് 1 ലക്ഷം 720 അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഈ കിട്ടിയ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? പ്രൈം കോസ്റ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്തത് എന്താണ്? ഫാക്ടറി ഓവർഹെഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനോ വേണ്ടത്. നമുക്കിവിടെ ഫാക്ടറി കോസ്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അത് ആഡ് ചെയ്യാം. ഫാക്ടറി എക്സ്പെൻസസ് എത്രയാണ് ഫാക്ടറി എക്സ്പെൻസസ് തന്നിട്ടുള്ളത്? 20,000 ആണ് തന്നിട്ടുള്ളത് അല്ലേ? 20,000. അതിന് കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം 40 വരും. ഇത് ടോട്ടൽ ചെയ്യാം. അപ്പൊ എത്ര വരും? 1,20,000. അതായത് ഇവിടെ 240. ഈ 1,20,000 അതായത് 240 എന്ന് പറയുന്നത് എന്താണ്? ഫാക്ടറി കോസ്റ്റ് ആണ് അല്ലേ? അതായത് ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുന്നതാണ്. വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് ആണ്. വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് ആണ്. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഇനി വേറെ എക്സ്പെൻസ് വല്ലതും തന്നിട്ടുണ്ടോ? നമുക്കൊരു എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ആഡ് ചെയ്യാം. എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യാം. എത്രയാണ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് പറയുന്നത്? 20,000 ആണ് പറയുന്നത് അല്ലേ? 20,000. 40 കോസ്റ്റ് പെർ യൂണിറ്റ്. അത് ആഡ് ചെയ്യാം. അതായത് 1,40,000. ഇവിടെ 280. ഓക്കെ, ഇത് 1,40,000. ഇതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് വന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ല. ഫിനിഷ്ഡ് സ്റ്റോക്കിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കോസ്റ്റ് നമ്മൾ എത്തിയിട്ടുള്ളൂ. അതായത് എന്താണ്? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വരെയാണ് നോക്കിയത്. ഇനി നമ്മൾ ലാസ്റ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിന്റെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഫിനിഷ്ഡ് സ്റ്റോക്കിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും. ഓക്കെ, അപ്പൊ ഈ കിട്ടിയ സ്റ്റോക്കിന്റെ കൂടെയാണ് ഈ കിട്ടിയിട്ടുള്ള കോസ്റ്റിന്റെ കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ ബാക്കി ഇവിടെ വായിച്ച് ചെയ്യണം. ഇവിടെ 280. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ഓപ്പണിംഗ് ഫിനിഷ്ഡ് സ്റ്റോക്ക് ആഡ് ചെയ്യാം. ക്ലോസിംഗ് ഫിനിഷ്ഡ് സ്റ്റോക്ക് ലെസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആഡ് ഓപ്പണിംഗ് ഫിനിഷ്ഡ് സ്റ്റോക്ക്. ഓപ്പണിംഗ് ഫിനിഷ്ഡ് സ്റ്റോക്ക് ആഡ് ചെയ്യാം. അതായത് 10,000. ഓക്കെ, 10,000. അപ്പോ എത്ര കിട്ടും? 1,50,000. ഇത് എന്ത് ചെയ്യാം? ക്ലോസിംഗ് ലെസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് സ്റ്റോക്ക്. ലെസ് ചെയ്യാം. എത്രയാണ് ക്ലോസിംഗ് ഫിനിഷ്ഡ് സ്റ്റോക്ക്? 24,000. ഓക്കെ, 24,000. അതായത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,26,000 ആണ് ബാക്കി എമൗണ്ട് ഉണ്ടാവുക. അതായത് ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗുഡ്സ് സോൾഡ് ഇതിൽ വന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഇല്ല. എത്രയാണ് സെയിൽസ് തന്നിട്ടുണ്ട് അല്ലേ? 1,44,000. ഓക്കെ, അപ്പൊ ഇതാണ് സെയിൽസ്. അതായത് പ്രോഫിറ്റ് എത്രയാണ്? എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഇത് ലെസ് ചെയ്താൽ മതി അല്ലേ? പ്രോഫിറ്റ് എത്രയാണ്? 18,000. ഓക്കെ, ഇതാണ് നമ്മുടെ കോസ്റ്റ് ഷീറ്റ്. സെയിൽസ് കിട്ടി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി, സെയിൽസ്
നമുക്ക് തന്നിട്ടുണ്ട്, അത് എഴുതി. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്താ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോസ്റ്റ് ഷീറ്റ്. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത കോസ്റ്റ് ഷീറ്റ്. ഇനി നമ്മൾ അടുത്ത പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കാണാം. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അങ്ങനെ ആ സൈഡിൽ നമുക്ക് എഴുതാം. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്, അല്ലേ? ഓൺ കോസ്റ്റ്, അതായത് എങ്ങനെയാണ് കാണുക? ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എത്രയാണോ അത് ഡിവൈഡ് ടോട്ടൽ കോസ്റ്റ് ആണ് വരിക ഇൻറ്റു 100. നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിരുന്നല്ലോ അതേപോലെ തന്നെ. അതായത് 18,900 ഡിവൈഡ് ബൈ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 1,26,000 ഇൻറ്റു 100, അതായത് 50% വരും, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞു. നമ്മൾ ഈ മെത്തേഡിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? കോസ്റ്റിലെ എലമെന്റ് ഓഫ് കോസ്റ്റിലെ വേരിയേഷൻ, അതായത് ഈ എഴുതിയിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യാം? ടെൻഡർ പ്രൈസ് കാണുമ്പോൾ വേരിയേഷൻ വരാം, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ എന്ത് വരില്ല? ചേഞ്ച് വരില്ല എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ടെൻഡർ പ്രൈസ് ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അതിൽ എത്രയാണ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിച്ചു, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് കണ്ടുപിടിച്ചു. 50% ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? അവർ ആദ്യം പറഞ്ഞിട്ടുള്ളത് 500 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, അതിലുള്ള അതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുള്ള കോസ്റ്റുകളാണ് തന്നിട്ടുണ്ടായിരുന്നത്, അല്ലേ? അത് വെച്ച് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കി. ഇനി അവർ പറയുന്നത് 2000 സ്റ്റൗവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ ഓർഡർ ടെൻഡർ പ്രകാരം എന്ത് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിന് എത്ര സെല്ലിംഗ് പ്രൈസ് വേണ്ടി വരും ഒരു സ്റ്റൗവിന്, അങ്ങനെ ടോട്ടൽ എത്ര പ്രോഫിറ്റ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വേറെ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യനിൽ. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് മെറ്റീരിയൽ എന്ന് പറയുന്നത് 50% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫാക്ടറി വേജസ് എന്ന് പറയുന്നത് 10% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, അല്ലേ? അതാണ് എന്ന് പറയുന്നത് കോസ്റ്റിൽ ചേഞ്ച് വരാം, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ ചേഞ്ച് ഇല്ല എന്ന് പറയുന്നത്, അല്ലേ? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ ചേഞ്ച് വരുന്നുണ്ടെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷേ കോസ്റ്റ് ഓഫ് ചില കോസ്റ്റ് ഓഫ് എലമെന്റ്സിൽ എന്ത് വന്നിട്ടുണ്ട്? ചേഞ്ച് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചിട്ട് വേണം ഇത് ഏത് മെത്തേഡാണെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് എലമെന്റ്സിൽ ചേഞ്ച് വന്നത് ഇവിടെ പറയുന്നുണ്ട്. മെറ്റീരിയൽ 15% കൂടിയിട്ടുണ്ട്, ഫാക്ടറി വേജസിൽ 10% കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് ഓഫ് ടെൻഡർ ഫോർ 2000 സ്റ്റൗ. ഓക്കെ, 2000 സ്റ്റൗവിന് എത്ര വരും എന്നുള്ളത് കണ്ടുപിടിക്കാം. നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം എമൗണ്ട് പിന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് എഴുതിയിരുന്നത്. ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് പിന്നെ എമൗണ്ട് ആണ് എഴുതുന്നത്. അതെന്താ അങ്ങനെ എഴുതുന്നത്? കൺഫ്യൂഷൻ ആവും. ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനാണ് രണ്ടാമത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് കോസ്റ്റുകൾ അറിയാമായിരുന്നു, കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ കോളമായിട്ട് കൊടുത്തു. ഇവിടെ ആ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് ഇവിടെ അറിയാം, അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? ഈ 2000 ആ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എമൗണ്ട് രണ്ടാമത് വന്നത്. കോസ്റ്റ് പെർ യൂണിറ്റ് മുന്നേ കണ്ടുപിടിച്ചതായ കാരണം അത് നമുക്ക് അറിയാം. ഓക്കെ, ഇനി നമുക്ക് എഴുതാം. ആദ്യം വരുന്നത് എന്താണ്? മെറ്റീരിയൽ. ഇവിടെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഒന്നും എഴുതില്ല, കാരണം അത് ആ പ്രൊഡക്ഷനിൽ 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അത് അവിടെ ക്ലോസ് ആയി. ഇനിയുള്ളത് നമ്മൾ ആ ടോട്ടൽ മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ യൂണിറ്റിന് എന്ത് ചെയ്യാം? എത്ര എമൗണ്ട് യൂണിറ്റ് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ചെയ്യാം. അപ്പൊ ആദ്യം മെറ്റീരിയൽ. ഓക്കെ, മെറ്റീരിയലിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50% എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 80 ആണ്, അല്ലേ? 80 പ്ലസ് 50% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 80ന്റെ 15% കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 80 പ്ലസ് 80ന്റെ 15%. അങ്ങനെ പറയുമ്പോൾ ടോട്ടൽ എത്ര യൂണിറ്റ് വരും? 92. ഓക്കെ, 92 യൂണിറ്റ് വരും. അതിന് 2000 യൂണിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് 1,84,000 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഫാക്ടറി വേജസ് ആണ്. ഫാക്ടറി വേജസ് നമുക്ക് ഇവിടെ പറയുന്നുണ്ട് 10% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്, അല്ലേ? എത്രയാണ് ഫാക്ടറി വേജസ്
എത്ര യൂണിറ്റ് നേരത്തെ കണ്ടുപിടിച്ചത് 120. മുന്നത്തെ നോക്കണം, യൂണിറ്റ് ഒക്കെ മുന്നത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 120 പ്ലസ് 10%, 120ന്റെ 10% പ്ലസ് 10% ഓഫ് 120. ഇവിടെ 80 പ്ലസ് 50% ഓഫ് 80. 80ന്റെ 10% പ്ലസ് 80. അതേപോലെ 120 പ്ലസ് 120ന്റെ 10% എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര വരും? 132 വരും. അതിനെ 2000 കൊണ്ട് ഇൻക്രീസ് ചെയ്യാം. അപ്പൊ നമുക്ക് 2,64,000 വരും. ഓക്കെ, അപ്പൊ ഇത് ടോട്ടൽ. അപ്പൊ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും 224 യൂണിറ്റ് വരും. ഇവിടെ എത്ര വരും? 4,48,000 വരും. ഓക്കെ, ഇതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രൈം കോസ്റ്റിന് കൂടെ നമുക്ക് ക്വസ്റ്റ്യന് മുന്നേ തന്നിട്ടുണ്ടായ ഫാക്ടറി കോസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഫാക്ടറി എക്സ്പെൻസ് ആണ്. ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറി ഓവർഹെഡ് എന്നോ ഫാക്ടറി എക്സ്പെൻസ് എന്നോ പറയണം. ഫാക്ടറി ഓവർഹെഡ് അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? അതിൽ പിന്നെ ചേഞ്ച് ഒന്നും പറയുന്നില്ല. അപ്പൊ അത് ഡയറക്റ്റ് നമ്മൾ മുന്നേ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണോ കണ്ടുപിടിച്ചത് അത് ഇവിടെ കൊടുക്കുക. 40 ആണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ 40 കൊടുക്കുക. അപ്പൊ അതിന്റെ 2000 കൊണ്ട് ഇൻക്രീസ് ചെയ്യാം. അതായത് 80,000. ഇത് ഒരു യൂണിറ്റിനാണ് പറയുന്നത്. അപ്പൊ 2000 യൂണിറ്റ് എത്ര നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ ഇത് ടോട്ടൽ ചെയ്യാം. അതായത് എത്ര? 224 പ്ലസ് 40 264. 4,42,000 പ്ലസ് 80,000 5,28,000. ഓക്കെ, ഇത് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് ആണിത്. ഇനി നമുക്ക് അടുത്തതുണ്ടല്ലോ, അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസസ് അല്ലേ. എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസസ് ഓക്കെ. എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസസ് എത്രയാണ് നമ്മൾ യൂണിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? 40 അല്ലേ. 40 മുന്നേ കണ്ടുപിടിച്ചത് 40 അല്ലേ. 40 അത് 2000 ആഡ് ചെയ്യാം. അപ്പോ 80,000 വരും. ഇനി ടോട്ടൽ ചെയ്യാം. 224 പ്ലസ് 40 304 5,27,000 പ്ലസ് 80,000 6,08,000. ഓക്കെ, ഇതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരും. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എഴുതാം, കാരണം ലാസ്റ്റത്തെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന കോസ്റ്റ്. നമ്മൾ സെയിൽ ചെയ്യാൻ പോകണല്ലോ. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എത്തുള്ളൂ. നമ്മൾ ഓർഡർ സ്വീകരിച്ച പ്രകാരം എത്രയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരിക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി നമ്മൾ എത്ര പേഴ്സൻറ്റേജ് പ്രോഫിറ്റ്, കോസ്റ്റിന്റെ എത്ര പെർസെന്റേജ് പ്രോഫിറ്റ്? 15% ആണ് അല്ലേ. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ആഡ് പ്രോഫിറ്റ്. സാധാരണ നമ്മൾ ക്വസ്റ്റ്യനിൽ സെയിൽസ് തന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ചെയ്യാം. ഇവിടെ നമുക്ക് സെയിൽസ് എക്സ്പെക്ട് ചെയ്യുന്ന എത്രയാണ് എമൗണ്ട് എന്നുള്ളത്, നമ്മൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. കാരണം നമ്മൾ സെയിൽ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് എത്ര വരും എന്നുള്ളത്, നമ്മൾ എത്ര പെർസെന്റേജ് വരും എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആഡ് പ്രോഫിറ്റ് 304 15%, അതുപോലെ 6,08,000 15% വരിക. അതായത് 15% ഓഫ് കോസ്റ്റ്. കോസ്റ്റിന്റെ 15% പ്രോഫിറ്റ്. കാരണം പേഴ്സണേജ് പ്രോഫിറ്റിൽ ചേഞ്ച് വരില്ല എന്ന് നമ്മൾ പറഞ്ഞു. പേഴ്സണേജ് പ്രോഫിറ്റ് 15% കണ്ടുപിടിച്ചു. അതായത് കോസ്റ്റിന്റെ 15% ആയിരിക്കും പ്രോഫിറ്റ് എന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പൊ ഈ കോസ്റ്റിന്റെ 15% കാണാം, ഈ യൂണിറ്റിന്റെ 15% കാണാം, അതായിരിക്കും പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ 15% എന്ന് പറയുമ്പോൾ 45 വരും. ഇവിടെ 45.60. ഇവിടെ 6,08,000 കൊടുക്കുന്ന 200 വരും. ഓക്കെ, ഇനി ഇത് ടോട്ടൽ ചെയ്യാം. അപ്പോൾ കിട്ടുന്നതാണ് എന്താ? എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസ്, എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ്. നമ്മൾ ഇവിടെ പറഞ്ഞു ടെൻഡർ ആണ്. നമ്മൾ സെയിൽ ചെയ്യുക, നമ്മൾ ഓർഡർ സ്വീകരിച്ചു, എത്ര വരും എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാൻ ചെയ്യണം അല്ലേ. അപ്പൊ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? 349.460. അതേപോലെ എമൗണ്ട് 2000 ടോട്ടൽ വരിക 6,99,200. ഓക്കെ, അതായത് ഒരു സ്റ്റെപ്പിന് 349.60 പൈസ വരും. 2000 സ്റ്റെപ്പിന് 6,99,200 വരും.
ഓക്കെ, ഈ എസ്റ്റിമേറ്റ് ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത്. ടെൻഡർ പ്രൈസ് എത്രയാണ് വരിക എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് പ്രകാരം ശ്രദ്ധിക്കേണ്ടത് ചില കോസ്റ്റ് ഓഫ് എലമെന്റിൽ ചേഞ്ച് വരും. ഇവിടെ ഇത്ര കൂടി എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ പേഴ്സണൽ പ്രോഫിറ്റിൽ എന്ത് വരില്ല, ചേഞ്ച് വരില്ല.